ഗായ്സ്. അതെ, ഒരു മിനിറ്റ് തുറന്നിട്ടത് ഞാനായിപ്പോയി, അല്ലെങ്കിൽ കാണാറുന്നു. അപ്പം വീണ്ടും ഹായ് ഗായ്സ്. സൺഡേ ആയിട്ട് നല്ല മാറ്റി ഒരുങ്ങി ഞങ്ങളൊന്ന് പുറത്തു പോകാൻ പോവാണ്. ട്രാഫിക്കിന്റെ അതിപ്രസരത്തിൽ നമ്മൾ മെട്രോയിലാട്ടോ പോകാൻ ഉദ്ദേശിക്കണേ. പിന്നെ ഞാനും എൻ്റെ പുയ്യാപ്പിളെ നടന്നു തുടങ്ങിയാൽ മൂപ്പര് ഞാൻ ഒരു ബന്ധമില്ലാത്ത പോലെയാണ്. കാരണം മൂപ്പർ കൊടുക്കത്തെ സ്പീഡാണ്. എനിക്കാണെങ്കിൽ ഇല്ലാത്തത് തന്നെ. പിന്നെ എങ്ങനെയൊക്കെയോ ഓടിച്ചാടി നമ്മൾ സ്ഥലത്തെത്തി. അയക്കാം, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യണമെന്ന് തോന്നുന്നു. ബാംഗ്ലൂരിലുള്ളവർക്കൊക്കെ ഇത് മിക്കവാറും അറിയായിരിക്കും കേട്ടോ. പക്ഷേ എറണാകുളത്ത് നിന്ന് എനിക്ക് ഇതൊരു പുതിയ കാഴ്ചയായിരുന്നു. സംഗതി ഒരു വീട്ടിലോട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പക്ഷെ അതൊരു വീട് പോലെയാണ് ഇവർ സെറ്റ് ചെയ്തേക്കണേ. കാണാനൊക്കെ നല്ല പൊലിവുണ്ട്. ഇതേ കണ്ടില്ലേ, കൽപ്പര കക്ഷിയാണ്. പണ്ട് കലാമണ്ഡലത്തിൽ നിന്ന് വായിച്ചതാ, പിന്നെ ഇപ്പോഴാണ് വായിക്കണേ. അപ്പോഴേക്കും വിശ്വസിച്ചാ. ഇതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഫേക്ക് എന്ന് പറയുന്നത്. ഇത് കൊള്ളാലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കളിക്കാം. പിന്നെ പൊട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ മാറി. കുറെ നേരം നടന്ന കാല് കഴിച്ചപ്പോൾ ഞാൻ സൈഡായി. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ദേ വരുന്നു ബാബ സുരേഷ്. അയ്യടാ, ഇതപ്പോ ശിവനായി. അല്ലേലും എൻ്റെ പുയ്യാപ്പിളക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സ് ഉറങ്ങുമ്പോൾ മാത്രം. ഇങ്ങനെ വിശന്ന് കണ്ണ് കാണാതെയപ്പോൾ നല്ല നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയിട്ടോ. ദിസ് കേക്ക് വാസ് സോ യമ്മി. നല്ല റിച്ച് ഇൻ ഫ്ലേവർ ആയിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ പൈസ കൊടുത്താൽ, അല്ല പൈസ എല്ലായിടത്തും കൊടുക്കണം, ബട്ട് അൺലിമിറ്റഡ് കൂൾ ഡ്രിങ്ക്സ് ആണ്. പോയി മൂഡ് പോയി. പുയ്യാപ്പിളയുടെ മൂഡ് പോയോണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് ഇനി വരാം.